മെറ്റീരിയൽ കൊടുത്തേക്കുന്നത്. ഇത് ചളിയായി അറിയില്ല. നമ്മൾ എത്ര എന്തെങ്കിലും ചളി എന്തെങ്കിലുമൊക്കെ തെറിപ്പിച്ചാലൊക്കെ അത് തുടങ്ങി ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട് ബെർത്തിനൊക്കെ. മനസ്സിലായി. ഞാൻ അപ്പുറത്തുനിന്ന് കാട്ടിത്തരാം. സീറ്റ് 45 പുഷ് ബാക്ക് സീറ്റുകളാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ബാക്കും തുറന്ന് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ ബാക്ക് തുറന്നുള്ള അവസ്ഥ. ഇത് ഇവിടെ കണക്റ്റഡ് അല്ല, അവിടെ കണക്റ്റഡ് ആണ്. ആ ഏരിയ തുറന്ന ഈ ഏരിയ തുറന്ന രണ്ട് ഇന്റർനെറ്റ് കണക്റ്റഡ് ആണ് രണ്ട് ഭാഗത്തേക്ക്. ಬಂದ್ಬಿಟ್ಟು 45 ಸೀಟರ್ 2+2 ಸರ್ವಿಸ್ ಕೊಡ್ತೀವಿ. ಯಾವುದೇ ತರ ನಿಮ್ಮ ಟ್ರಿಪ್ ನ ಮೆಮೊರೇಬಲ್ ಆಗಿರೋ ತರ. എല്ലാവർക്കും നമസ്കാരം. വണ്ടി ബസ്സിന്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള പ്രവർത്തിക്കുന്ന പൂർവങ്ക് ട്രാവൽസിന്റെ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. പൂർവങ്ക് ട്രാവൽസ് ഈ കോർപ്പറേറ്റ് ആൾക്കാർക്ക് വേണ്ടിയിട്ട്, അതായത് വലിയ വലിയ കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഒരു 50ഓളം ബസ്സുകൾ അവർ ഓടിക്കുന്ന ഒരു ടീമാണ്. പിന്നെ ടൂറിസ്റ്റ് ബസ്സുകൾ 10 ഉണ്ട്. ഇനി അവർക്ക് പുതിയ വണ്ടികൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പ്രകാശ് കെപ്പല്ല GT ആണ് ഞാൻ ചെയ്യാൻ പോണ ഇന്നത്തെ വീഡിയോ കേട്ടോ. കാരണം ഇന്നത്തെ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആരും ചെയ്തിട്ടില്ല. നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് വണ്ടി പശാനാണ് ആദ്യം കാണിക്കുന്നത്. ഇത് ഇന്ത്യയിലത്തെ ആദ്യത്തെ GT ആണ്. അതായത് പ്രകാശ് പുറത്തിറക്കിയിട്ടുള്ള കെപ്പല്ല GT ആണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ വണ്ടി പശാൻ്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ വണ്ടി കേട്ടോ. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു പള്ളിയുടെ സൈഡിലായിട്ടാണ്, നമ്മൾ ഗ്രൗണ്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഭയങ്കര കാറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കുറച്ച് ഡിസ്റ്റർബൻസ് ചിലപ്പോൾ ഉണ്ടായിന്ന് വരും. നട്ടുച്ച നേരത്തെ വീഡിയോ എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ വണ്ടി. പ്രകാശിന് പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള പുതിയ മോഡൽ വണ്ടിയാണ് കേട്ടോ ഇത്. അതായത് കെപ്പല്ല GT എന്നാണ് ഈ വണ്ടിയുടെ ഈ ഡിസൈനിൻ്റെ പേര്, കെപ്പല്ല GT. നിങ്ങൾ കെപ്പല്ല നമ്മൾ ഒരുപാട് വണ്ടികൾ കണ്ടിട്ടുണ്ടായിരിക്കും, ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇത് കെപ്പല്ല GT ആണ്. ഇത് ഇപ്പോൾ റീസെൻ്റ് ടൈമിൽ ഒരു വണ്ടി കെപ്പല്ല സ്ലീപ്പർ വണ്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സെയിം ആ വണ്ടി തന്നെയാണിത് ഡിസൈനൊക്കെ. ഇത് സീറ്ററാണെന്ന് മാത്രം കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി മച്ചാനാണ് എക്സ്ക്ലൂസീവായിട്ട് ആദ്യം ഈ ഒരു കണ്ടന്റ് ഇവിടെ ചെയ്യണത് കേട്ടോ. അപ്പോൾ കാറ്റിൻ്റെ ശല്യം ഭയങ്കരമായിട്ടുണ്ട്. എന്നാലും നമുക്ക് വീഡിയോ എടുത്തല്ലേ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. 2 ഒരാളുടെ വണ്ടി തന്നെയാണ് കേട്ടോ. പൂർവങ്ക് സാനിയ. അപ്പോൾ ഈ പൂർവങ്കാണ് നമ്മൾ കഴുകി കുട്ടപ്പനാക്കി ഇട്ടേക്കണം. മറ്റേത് ഇപ്പോൾ ഓട്ടം കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളൂ കേട്ടോ. അവിടെ അതിന് മുകളിൽ കുറച്ച് ചളി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ അകലേന്ന് കാണിച്ചു തരാം. രണ്ടും സെയിം എക്സാക്റ്റ് വണ്ടിയാണ്. 12 മീറ്റർ ഷാസിയിലാണ്, ഈസ്റ്ററിൻ്റെ ഷാസിയിലാണ് ഇത് വന്നിട്ടുള്ളത്. ഞാൻ സ്പെക്കിലേക്കൊന്നും കിടക്കണില്ല. ഓൾറെഡി നമ്മൾ 12 മീറ്റർ ഈസ്റ്ററിൻ്റെ വണ്ടികളൊക്കെ കുറേ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് സ്പെക്ക് കിടക്കണില്ല. നമ്മൾ ഈ വണ്ടി ഡിസൈൻ കാണിക്കാനാണ് ഇത്തവണ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല രസമുണ്ട് വണ്ടി കാണാനൊക്കെ ആയിട്ട്. സാൻവി നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. പിന്നെ വലിയൊരു വിൻഷീൽഡിൻ്റെ പോർഷൻ. പണ്ടൊരു എന്താ പറയുക, ഒരു ഉരുണ്ട ഫേസ് ആയിരുന്നു കെപ്പല്ലേക്ക്. പക്ഷേ ഇത്തവണ വന്നേക്കണ ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ ഷേപ്പിലാണ് വന്നേക്കണേ. അത് തന്നെ ഇതിൻ്റെ ഒരു വ്യത്യാസം. പിന്നെ എനിക്ക് പറയാനുള്ളത് MGയുടെ പുതിയ മോഡൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പുതിയ ടൈപ്പ് ഡിസൈൻസ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ പറയണം കേട്ടോ. അതിൻ്റെ കണ്ടന്റ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇത് എക്സ്ക്ലൂസീവായിട്ട് നമ്മളാണ് ഇപ്പോൾ ആദ്യം വന്നിട്ട് ചെയ്യുന്നത്. ബാംഗ്ലൂരാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ വിൻഷീൽഡിൻ്റെ പോർഷൻ, വലിയൊരു വിൻഷീൽഡിൻ്റെ പോർഷൻ. പിന്നെ മുകളിൽ നെറ്റിയുടെ ഭാഗം ചെറുതാക്കി എന്നാണ് എനിക്ക് തോന്നുന്നത്. മുന്നേ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. 2 ടോപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. 2 മിറേഴ്സ് കാണാം. മിറേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു മിററുകൾ വേറെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ താഴെ ഇവിടെ വരുമ്പോൾ നമുക്കിവിടെ 2 വൈപ്പേഴ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ കന്നഡയാണ്. ഞാൻ നിൽക്കുന്നത് കർണാടകയിലാണ്. ഈ ഒരു ഭാഗം കണ്ട അപ്പോൾ ഭയങ്കര കാറ്റാണല്ലോ. ഈ ഒരു ഭാഗത്ത് കണ്ട ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അത് എന്തിനാ ഡിസൈനിൻ്റെ ഭാഗമായിട്ടാവും മേപ്പിൽ പാർട്ടീഷൻ കൊടുത്തേക്കണം. പിന്നെ ഒരു ഇതൊക്കെ എന്താ പറയുക, ഒരു ഹണികോം ഗ്രില്ലോട് കൂടിയിട്ടുള്ള ഒരു ഗ്രില്ലിൻ്റെ പോർഷനും. പിന്നെ തൊട്ട് താഴെയായിട്ട് ബോണറ്റ് ഹുഡിൻ്റെ ഭാഗവും കെപ്പല്ല GT എന്ന് കൊടുത്തിട്ടുണ്ട്. GT എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഫോക്സ് വാഗൺ പോളോ കാറുകൾക്ക് കാണുന്ന പോലെയാണ് GT കൊടുത്തേക്കണേ കേട്ടോ. അത് കുറച്ചുകൂടി ഇത് മോഡൽ ഭയങ്കര എന്താ പറയുക ഹൈ എൻഡ് വേർഷനാണ്. ഈ 10-70 ലക്ഷം രൂപ വില വരുന്ന വണ്ടിയാണ്. അതുകൊണ്ടാണ് ഇത് കെപ്പല്ല ഈ കവള് എക്സ്ക്ലൂസീവായിട്ട് ചെയ്യുള്ളൂ.
തൊട്ട് താഴെയായിട്ട് ഇതുപോലെ ഹെഡ് ലാമ്പ്സ് 3 കോട്ടോടുള്ള ഹെഡ് ലാമ്പ്സ്, പിന്നെ ഇതുപോലെ താഴെ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബമ്പറിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. DD1 AC 977 അതാണ് ഇതിൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ വന്നേക്കണേ. രണ്ട് വണ്ടിയും സെയിം ആണ്, എക്സാക്റ്റ് VS6 കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പുറവങ്കിലേക്ക് കിടക്കാം. പുറവങ്കും സെയിം ആണ്. പുറവങ്കാണ് നമ്മൾ ഫസ്റ്റ് വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വണ്ടി. ഇതാണ് കഴുകിയിട്ടുള്ളത്. പുറവങ്ക് ട്രാവൽസ്, മറ്റേത് സാൻവി എന്നാണ്, സാൻവി ടൂർസ് ആൻഡ് ട്രാവൽസ്. ഇത് പുറവങ്ക് ടൂർസ് ആൻഡ് ട്രാവൽസ്. രണ്ടും ഒരാളുടെ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ കാറ്റ് ഭയങ്കര ശല്യം ചെയ്യുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്ന് നിന്നിട്ട് പറയാം സൈഡിൽ നിന്ന്. എന്നുവെച്ചാൽ കാറ്റ് ഭയങ്കര ശല്യം. അപ്പോൾ പുറവങ്ക് ട്രാവൽസ് ആണ് ഈ കാണുന്നത്. സെയിം എക്സാക്റ്റ് ഒരു വ്യത്യാസമില്ല, രണ്ട് വണ്ടിയും ഒരേപോലത്തെ വണ്ടിയാണ് കേട്ടോ. ഒരു ചെറിയ മാറ്റം പോലും ഈ രണ്ട് വണ്ടികൾക്കും ഇല്ല, സെയിം ആണ്. രണ്ടും അതിനെ ഉൾപ്പെടുത്തി നമ്മൾ ചെയ്യണമെന്ന് മാത്രം, ഒരാളുടെ വണ്ടിയായ കാരണം. അപ്പോൾ ആ വണ്ടിയിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഇതിലും പറയാനുള്ളത്. ഫ്രണ്ടിലായിട്ട് ഇപ്പോൾ ഒരു ഡാഷ് ക്യാമ് കാര്യങ്ങൾ ആ വണ്ടിക്കും ഉണ്ട് കേട്ടോ. അതുപോലെ ഡാഷ് ക്യാമ് കൊടുത്തിട്ടുണ്ട്, ചെറിയ ഡാഷ് ക്യാമ്, ഗോപ്രോൻ്റെ അത്രയുള്ള ഒരു ഡാഷ് ക്യാമ് കൊടുത്തേക്കുന്നത്. ഈ കെപ്പല GT നേരിയേക്കണതാണ് നല്ല ഭംഗിയുണ്ട്. ബോണ്ടറി ഫുഡിൻ്റെ ഭാഗം തൊട്ട് താഴെയായിട്ട് ഈ ഒരു ഭാഗം കണ്ട, ഇത് വലിയൊരു ബ്ലാക്ക് ഒരു ഫിനിഷിംഗ് ആണ് കൊടുത്തേക്കണത്. താഴെയായിട്ട് ഇതുപോലെ ഒരു എന്താ പറയുക, അവിടെ ഒരു നടുക്കിലൊരു പാർട്ടിഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഹണികോം ഗ്രില്ല് അങ്ങനത്തെ സംഭവം തന്നെയാണ് കൊടുത്തേക്കണേ കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് രണ്ട് വണ്ടിക്കും അതുപോലെ കണ്ടുപറ്റാതിരിക്കാനുള്ള സംഭവങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ പുറത്ത് വരുമ്പോൾ അത് കൂടുതൽ ഇങ്ങനത്തെ സംഭവങ്ങൾ കാണുമല്ലോ. പിന്നെ ബമ്പറിൻ്റെ മുകളിൽ 2 സെപ്പറേറ്റ് ലൈറ്റുകൾ ഇതുപോലെ ഈ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് വ്യത്യാസങ്ങൾ ഇപ്പോൾ വന്നിട്ടുള്ളത്. പിന്നെ ഡിസൈനിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ചെറിയ മാറ്റങ്ങൾ കേട്ടോ മറ്റേ കെപ്പല്ലേന്ന്. ഇതൊരു സ്ക്വയർ ഷേപ്പിലാക്കിയാൽ മറ്റേത് ഉരുണ്ട ഷേപ്പിലാണ്, അത്ര വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഓവറോൾ ലുക്ക് വണ്ടിയുടെ. കെപ്പലിലെ പുതിയ മോഡൽ GTയുടെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വന്നേക്കണേ കേട്ടോ. എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഞാൻ കൂടുതൽ ഫ്രണ്ടിൻ്റെ എടുത്ത് കാണിക്കണേ. ഫ്രണ്ടാണല്ലോ ഓവറോൾ മാറ്റം വരുത്തിയേക്കണം, അതുകൊണ്ടാണ് ഈ ഫ്രണ്ട് ഞാൻ കൂടുതൽ എടുത്ത് കാണിക്കണേ. ഇത് സാൻവി, ഇത് പുറവങ്ക്. എന്തായാലും എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു സ്ക്വയർ ഷേപ്പോട് കൂടിയിട്ടുള്ള നല്ലൊരു ഗംഭീര വണ്ടി. എനിക്ക് ഭയങ്കര താല്പര്യമായി തോന്നി. വലിയ മാറ്റങ്ങൾ കാര്യമായിട്ടും വരുത്തിയിട്ടില്ലെങ്കിൽ പോലും എന്നാൽ ചെറിയൊരു മാറ്റത്തോടു കൂടി നമുക്ക് ഒരു മാറ്റം കാണാൻ സാധിക്കത്തക്ക വിധത്തിലാണ് ഇവർ ഡിസൈൻ ചെയ്തേക്കണത്. ഈ സൈഡിൽ വരികയാണെങ്കിൽ വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് കാണാനില്ല. നമ്മുടെ ഈ ഓരോ പാർട്ടീഷൻസ് ഉണ്ടല്ലോ, ലഗേജ് ബോക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കണം. കൂടുതൽ മാറ്റങ്ങളൊന്നും നമുക്ക് പറയാനില്ല. പിന്നെ ഇത് ഫിക്സഡ് ഗ്ലാസ് വണ്ടിയാണ്. പിന്നെ മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസിൻ്റെ പോർഷൻ വോൾവോ ബസിൻ്റെ ഒക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ നടക്കിലൊരു ബ്ലാക്ക് തീമിലൊരു സാധനം ഇങ്ങനെ കൊടുത്തിട്ടേ അത് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ നല്ല. മറ്റേത് അങ്ങനെ ആകുമ്പോൾ ഫിക്സഡ് ഗ്ലാസ് വണ്ടിക്ക് ഇങ്ങനത്തെ ഒരു പാർട്ടീഷൻ കണ്ടിട്ടില്ല. ഇത് വോൾവോ ബസിൻ്റെ ഒക്കെ പോലെ തോന്നും നമുക്ക്. ഫിക്സഡ് ആയിട്ട് ഒരു ബ്ലാക്ക് തീമിൽ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിൽ കണ്ടില്ലേ, അവിടെ ഒരു സംഭവം വന്നിട്ടുണ്ട്. ആ ഡിസൈൻ കുറച്ചുകൂടി കയറ്റിയ കാരണം തോന്നുന്നു. ഹൈറ്റ് കൂടുതലെ വണ്ടിക്ക് അവിടെ അത് ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്, സ്ലീപ്പർ ബസ്സുകൾക്ക് വേണ്ട പോലെ. കുറച്ച് ദൂരമല്ലോ കേട്ടോ, അത് കഴിഞ്ഞ് പിന്നെ അത് സ്റ്റോപ്പ് ആവും. അപ്പോൾ അതാണ് അവിടെ വന്നിട്ടുള്ളൊരു മാറ്റം കേട്ടോ. പിന്നെ ഈ ബ്ലാക്ക് ഡിസൈൻസ്, ഇതിൻ്റെ ഗ്ലാസിൻ്റെ മുകളിലുള്ള ഡിസൈൻസ് ഉണ്ടല്ലോ, ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിൽ ഡിസൈൻ ബ്ലാക്ക് തീമിൽ അങ്ങനെ കൊടുത്ത് പോയിട്ടുണ്ട് ആ ഗ്ലാസ് പോർഷൻ്റെ മുകളിൽ കേട്ടോ. അതാണ് വ്യത്യാസം എടുത്ത് കാണിക്കാനുള്ളത്. പിന്നെ ഈ ഒരു ഏരിയയിൽ പറയാം 1, 2, 3, 4 നമുക്ക് നമ്മുടെ ലഗേജ് വെക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് വീലിൻ്റെ ആ ഭാഗവും കാര്യങ്ങളൊക്കെയാണ്. എയർ സസ്പെൻഷനാണ് ഇതിൽ വരുന്നത്. ഇതിൽ എയറിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് മൊത്തത്തിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് കാട്ടിത്തരാം, അപ്പോൾ നിങ്ങൾക്ക് നല്ല അറിയുള്ളൂ. തുറന്നാലല്ലേ ഒരു പള്ളി, നല്ല ഭംഗിയുള്ളൊരു പള്ളി അല്ലേ. അപ്പോൾ ഈ കാറ്റ് ഭയങ്കര സീനായി അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഇതാണ് ബാക്കിൽ നിന്ന് വന്നുള്ള ഇതിൻ്റെ ഓവറോൾ ലുക്ക് കേട്ടോ. നമ്മുടെ GT കെപ്പല്ല GTയുടെ പ്രകാശൻ്റെ പുറവങ്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ വരുമ്പോൾ റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് വലിയ മാറ്റമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മാറ്റം ഈ ഭാഗത്താണ്. ഈ ഭാഗത്ത് എത്തുമ്പോൾ കണ്ടില്ലേ, കംപ്ലീറ്റ് ചേഞ്ച് ആണ്. 1, 2, 3 ടെയിൽ ലാംപ്സ് കാണാൻ സാധിക്കുക. ടെയിൽ ലാംപ്സ് കണക്ട് ചെയ്ത് ഇന്റർ കണക്റ്റോടു കൂടി ഇപ്പുറത്തുള്ള ടെയിൽ ലാംപ്സിലേക്ക് പോയിരിക്കുകയാണ്. ഇത് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഒരു ലൈറ്റ് കൂടി കൊടുത്താൽ ചിലപ്പോൾ ഡിസൈൻ കുറച്ച് വേറെ ലെവലായിരുന്നു അല്ലേ. അല്ല, ചിലപ്പോൾ അത് വൃത്തികേടാവും. അപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ കൊടുത്തിട്ടില്ല. എന്തായാലും നന്നായിരിക്കുന്നുണ്ട്. മുകളിലൊക്കെ ഇവിടെയൊക്കെ ചെറിയൊരു കർവ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളത് സൂക്ഷിച്ച് നോക്കിയാൽ ആ കർവ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ഡിസൈനിൽ വന്നിട്ടുള്ള ചേഞ്ച് തന്നെയാണ്. പിന്നെ 3 ഉണ്ടല്ലേ, 3 മറ്റേ ടെയിൽ ലാംപ്സിൻ്റെ ഭാഗം, അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇതാണ് ബൂട്ട് സ്പേസിൻ്റെ ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ. കെപ്പല്ല GT എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ റിഫ്ലക്ട് ലൈറ്റ് കാര്യങ്ങളൊക്കെ, സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഓവറോൾ ലുക്ക് ബാക്കിൽ നിന്ന് വരുമ്പോൾ കേട്ടോ. മറ്റേ വണ്ടിയും സെയിമാണ്, എക്സാക്ട് സെയിമാണ് രണ്ട് വണ്ടിയും. അതുകൊണ്ട് തന്നെ മറ്റേ വണ്ടിയുടെ കാര്യങ്ങൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ രണ്ടും എക്സാക്ട് സെയിമാണ്. ഈ ഒരു കാറ്റ് ഇത്രയും കാറ്റ് ഇവിടുന്ന് ഇങ്ങനെ വരുന്നത്
നന്നായിട്ട് അടിക്കേണ്ട കാറ്റ്, ഒരു രക്ഷയില്ല നമുക്ക്. കാറ്റ് വിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ ലൈറ്റും ഒരു പ്രശ്നം തന്നെയാണ്. നട്ടുച്ച നേരത്തൊക്കെ എടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഈ സൈഡ് ലുക്ക് പ്രൊഫൈലൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഒരു എന്താ പറയുക, നല്ലൊരു സൈഡ് പ്രൊഫൈലാണ് ഇതിൽ വന്നിട്ടുള്ളത്. എമർജൻസി എക്സിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. മുന്നുള്ള പറഞ്ഞ വണ്ടി പോലെ തന്നെ എമർജൻസി എക്സിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു 3 ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു മാറ്റമില്ലാതെ തുടരുന്നുണ്ട്. ഇതുപോലുള്ള ബോഡി ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു മാറ്റമില്ലാതെ അതുപോലെ തന്നെ തുടരുന്നുണ്ട് കേട്ടോ. അതൊന്നും ഒരു കുഴപ്പമില്ല. നമ്മളെവിടെ പോയാലും പട്ടി അടിയിലുണ്ടാവുമല്ലോ അല്ലേ. ഇത് ഇവിടെയും ഒരു പട്ടി കിടക്കുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ കണ്ടില്ലേ, ഇവിടെയുണ്ട് ലഗേജ് ബോക്സിൻ്റെ ലഗേജിൻ്റെ ഏരിയയും കാര്യങ്ങളൊക്കെ ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. 2 വണ്ടിയും സെയിമാണ്, ഒരു മാറ്റമില്ല. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകണമെന്ന് മാത്രം കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മുടെ എക്സോസ്റ്റ് ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം ഈറ്റ്സിൻ്റെ യൂണിറ്റ് കാര്യങ്ങളൊക്കെ സ്ഥിരം പറഞ്ഞ കാര്യങ്ങളായിരിക്കും. പറഞ്ഞ് വെറുപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാനതൊന്നും എടുക്കാത്ത കേട്ടോ. അത് ഫിൽറ്ററിൻ്റെ ഭാഗം കാര്യങ്ങളൊക്കെ. ഇത് ഡ്രൈവറുടെ ആ ഒരു ഏരിയയാണ് കയറുന്നത്. ഇവിടെ നമ്മുടെ പാർക്കിംഗ് ബ്രേക്ക് കാര്യങ്ങളൊക്കെ. ഇത് എയർ സീറ്റാണ് കൊടുത്തേക്കണേ. ഈ സീറ്റ് എയർ സീറ്റ് ആയി കാരണം തന്നെ നല്ല സുഖം വണ്ടി ഓടിക്കാനൊക്കെ ആയിട്ട്. സീറ്റ് ഉണ്ട്, അതിൻ്റെ ഒരു സെറ്റപ്പ് വേണം. നല്ല സീറ്റ്. സീറ്റിന് നല്ല വിലയുണ്ട് കേട്ടോ. 30,000 വിലയുണ്ട് തോന്നുന്നു ഈ എയർ സീറ്റിനൊക്കെ വില. പിന്നെ ഇതാണ് നമ്മുടെ ഡ്രൈവറുടെ ആ ഒരു ഏരിയ. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. ഈ ഫിനിഷ് ഉണ്ട്, ഇതുപോലത്തെ ഫിനിഷാണ് ഈ സൈഡിലൊക്കെ ഇവർ ചെയ്തേക്കണത് കേട്ടോ. ഒരു എന്താ പറയുക, നല്ലൊരു മെറ്റീരിയൽ അത്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ്. പിന്നെ ഈ ഭാഗത്ത് ഒരു ബ്ലാക്ക് തീമോട് കൂടിയുള്ളൊരു എന്താ പറയുക ഗ്ലാസിൻ്റെ പോർഷൻ ആണ് അതിന് മുകളിൽ. പക്ഷേ ഒരു കൂളിംഗ് ഗ്ലാസ് മറ്റേ സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലോ, അത് ഒട്ടിച്ചിട്ടുണ്ട് തോന്നുന്നു. പിന്നെ ഇവിടെ വരുമ്പോൾ കണ്ടില്ലേ, ഇത് ഇങ്ങനെ അല്ലല്ലോ പണ്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരു കണ്ടാ ഈ ഒരു സൈഡ് അവിടെ നിന്ന് വരുന്ന ബ്ലാക്ക് ഷെയ്ഡ് നമ്മുടെ ഗ്ലൈഡേഴ്സിലൊക്കെ വരുന്ന പോലെ ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ട്. അതാണ് ചെറിയൊരു മാറ്റം അവിടെ വന്നേക്കണേ. അത് ഇപ്പുറത്ത് നിന്ന് നോക്കി പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. കണ്ടില്ല ഈ സൈഡിൽ അങ്ങനെ വന്നേക്കണേടാ. അങ്ങനെയാണ് അത് വന്നേക്കുന്നത്, ഗ്ലൈഡേഴ്സിൻ്റെ ഒക്കെ പോലെ. പിന്നെ നെറ്റിയുടെ ഭാഗം ഞാൻ പറഞ്ഞില്ല, അത് കുറച്ച് ദൂരം അവിടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ സ്ലോപ്പായിട്ട് പോകും. പിന്നെ ഞാൻ ഈ പറഞ്ഞ സംഭവം ഈ സൈഡിലത്തെ കാര്യം കണ്ടാ, നിങ്ങൾക്ക് ക്യാമറയിൽ കാണുമെന്ന് അറിയില്ല. അവിടെ ഒരു ബ്ലാക്കിൽ നമ്മുടെ കാറുകൾക്കൊക്കെ പോകണം. ഈ ഇനോവ വണ്ടികൾക്കും അതുപോലെ ഈ എന്താ പറയുക പ്രീമിയം വണ്ടികൾക്കൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ നമ്മളെന്താ പറയുക വോൾവോലൊക്കെ കണ്ട പോലത്തെ ഡിസൈൻസൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ. എന്തായാലും വണ്ടി തകർത്തു, ഒരു രക്ഷയില്ല. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്ക് അതുകൊണ്ട് തന്നെയാണ് ബാംഗ്ലൂർ വന്നിട്ട് ഒരു വീഡിയോ എടുക്കാൻ തന്നെ കാരണം കേട്ടോ. 2 എക്സാക്ട് സെയിം ആണ്. ഷാൻവി ട്രാവൽസ് ലക്ഷറി കോച്ച് കൊണ്ട് കൊടുത്തിട്ടുണ്ട്, മറ്റേ പൂർവ്വങ്ക് ട്രാവൽസ് ലക്ഷറി കോച്ച് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ നോക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു മുകളിലുള്ള കെറിവ് നമുക്ക് എടുത്ത് കാണിക്കുന്നത്. സ്ലീപ്പർ ബസ്സിൻ്റെ ഒക്കെ ആ കെറിവ് പോലെയാണ്. ഹൈറ്റ് കൂട്ടിയിട്ടാണ് പണിതേക്കുന്നത് ഫ്രണ്ട്. അതുകൊണ്ടാണ് അവിടെ മാത്രം കുറച്ച് ഹൈറ്റ് കയറി പിന്നെ ഇത് താന്ന് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് വെള്ള വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഇലക്ട്രിക്. വെള്ളം എപ്പോഴും നല്ലതാണല്ലോ, അത് കാണാനൊക്കെ നല്ല അടാറ് ലുക്കല്ലേ. അടിപൊളി രസമായിട്ടുണ്ട് വണ്ടി. എന്തായാലും ഇത്രയ്ക്കൊക്കെയാണ് വണ്ടിയുടെ ഇവിടുത്തെ കാഴ്ചകൾ. ഇനി നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ കയറിയിട്ട് നോക്കാം ബാക്കി എന്തൊക്കെയാണ് നമുക്ക് അവിടെ ഉള്ളതെന്ന്. ഇത് ശരിക്കും എനിക്ക് വേറൊരു വണ്ടിയുടെ കൂടിയും ചായ തോന്നിയിട്ടാ. MGയുടെ തന്നെ നമ്മുടെ ഈ ബെൻസല്ല ഡ്രീംസ് വോൾവോനൊക്കെ സ്റ്റാർസ് പണിയില്ല, സ്റ്റാർസിൻ്റെ ഒക്കെ ഒരു കട്ടുകയിൽ തോന്നിയിട്ടുണ്ട് ചെറുതായിട്ട്. എനിക്ക് തോന്നിയതാവും ചിലപ്പോൾ. കാറ്റ് വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും നമുക്ക് വണ്ടിയുടെ ഉള്ളിലൊന്ന് കയറി നോക്കാം. ഉള്ളൊന്ന് കാണിച്ചു തരാമെന്ന്, പുതിയ വണ്ടിയല്ലേ. അപ്പോൾ സ്ഥിരം ചെയ്യുമ്പോൾ ഇനി ചെയ്യാൻ കാണിക്കണ്ട, ഇപ്പോൾ നമുക്കൊന്ന് കാണിച്ചു തരേണ്ട ആവശ്യമുണ്ടല്ലോ. എങ്ങനെയുണ്ട് മാറ്റങ്ങൾ ഇവിടെ ഒന്നും ഇല്ല. മാറ്റങ്ങൾ സ്ഥിരം നമുക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ചെറിയൊരു കോണ്ടർ പോർഷൻ കൊടുത്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ കോണി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇന്റർ കണക്റ്റഡ് ആണ്. അവിടെ നിന്ന് തുറക്കാൻ കേട്ടോ, ഒരു സൈഡെ തുറക്കണമല്ലോ, എല്ലായിടത്തും തുറക്കണ്ട. എല്ലാം ഓപ്പൺ ആണ്, മനസ്സിലായില്ലേ. അവിടെ നിന്ന് തുറന്ന് ഇങ്ങോട്ട് ഇത് കാണാൻ പറ്റും, ഇവിടെ നിന്ന് ഇങ്ങോട്ടും കാണാൻ പറ്റും. അങ്ങനെ കണക്റ്റഡ് തന്നെയാണ്. ഇതിൽ മാറ്റമൊന്നുമില്ല, ഇതെല്ലാം സെയിം ആണ്. അപ്പോൾ നമ്മൾ ബാക്കൊന്ന് തുറന്ന് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ബാക്ക് തുറന്നുള്ള അവസ്ഥ. ഇത് ഇവിടെ കണക്റ്റഡ് അല്ല, അവിടെ കണക്റ്റഡ് ആണ്. ആ ഏരിയ തുറന്ന ഈ ഏരിയ തുറന്ന 2 ഇന്റർനെറ്റ് കണക്റ്റഡ് ആണ് കേട്ടോ. 2 ഭാഗത്തേക്കും ഓപ്പണിംഗ് ഉണ്ട്. ഈ ഒരു ഏരിയ ബാക്കെന്ന് തുറക്കാന ആ ഒരു ഭാഗമാണ്. ഇവിടെ ഒരു കോണി കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു കോണി അപ്പുറത്തും കിടക്കുന്നുണ്ട്. വണ്ടി തുറക്കാൻ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. ഇത് ഷാസിയുടെ ഭാഗമായിട്ടാ. വണ്ടി വരുമ്പോൾ ഇങ്ങനെ ഷാസി ഉണ്ടാവുക. പിന്നെ ഇവിടെ അലുമിനിയം അവിടെ ഒരു കോണി കിടക്കുന്നുണ്ട്, ചെറിയ കോണികൾ. ഇപ്പം ഇത്രയ്ക്കൊക്കെയാണ് ഇതിൻ്റെ ഇന്റീരിയർ കാഴ്ചകൾ കേട്ടോ. ഇന്റീരിയർ മീൻസ് നമ്മുടെ വണ്ടിക്ക് ബൂട്ട് സ്പേസിൻ്റെ കാര്യങ്ങൾ ഇത്രയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല, അത്യാവശ്യം ഉണ്ട്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ പുറമേ നിന്നുള്ള കാഴ്ചകൾ. ഈ വണ്ടിയുടെ ഉള്ളിൽ കയറിയിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പൂർവ്വങ്ക് ട്രാവൽസിൻ്റെ ഇന്റീരിയറിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്റീരിയർ കാഴ്ചകൾ കേട്ടോ. ഇത് 45 പുഷ് ബാക്ക് സീറ്റുകളാണ് നമ്മുടെ ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഇത് ഈശ്വറിൻ്റെ 12 മീറ്റർ ഷാസിയിൽ വന്നിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 12 മീറ്റർ വണ്ടിയിൽ കുറേ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെയാണ് ഉള്ളിലത്തെ കാഴ്ചകൾ. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഇത് എക്സ്ക്ലൂസീവായിട്ട് നമുക്കിത് ചെയ്യാൻ കിട്ടിയതാണ് ഏറ്റവും വലിയൊരു കാര്യം.
അപ്പോൾ ഞാൻ ഈ വണ്ടി എടുത്തിട്ട് ഓടിക്കാനായിരുന്നു പുറത്തേക്ക് നോക്കുമ്പോഴേ കംപ്ലീറ്റ് ബാംഗ്ലൂരത്തെ തിരക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഭയങ്കര സീനാണ്, ഭയങ്കര ബ്ലോക്കാണ്. അപ്പോൾ രക്ഷയില്ല, കാറ് പോലും ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ ബസ് എടുത്തിട്ട് പുറത്ത് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഓടിക്കേണ്ട കാര്യങ്ങൾ തൽക്കാലം അത് വേണ്ടാന്ന് വെച്ചു. പിന്നീട് ഒരിക്കലും പുറത്തേക്ക് ഇവർ എടുത്ത് വരുന്ന സമയത്ത് ഓടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്റീരിയർ കാഴ്ചകളൊക്കെ. അപ്പോൾ ഫ്രണ്ടിൽ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഇവിടെ വരുമ്പോൾ ഒരു TV കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിയിലാണ് TV കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണത്. ഈ TVയുടെ മുകളിലായിട്ടുള്ള ഈ സൈഡിലൊക്കെ ഈ മെറ്റീരിയൽ കണ്ടോ, ഇത് ഈ മെറ്റീരിയൽ വേണം ACP ഷീറ്റൊക്കെ ഇല്ല, അങ്ങനത്തെ ഒരു മെറ്റീരിയൽ കൊടുത്തേക്കണത്. ഇത് ചളിയായി അറിയില്ല. നമ്മൾ എത്ര എന്തെങ്കിലും ചളി എന്തെങ്കിലുമൊക്കെ തെറിപ്പിച്ചാലൊക്കെ അത് തുടച്ചെടുക്കാനൊക്കെ വളരെ സിമ്പിളായിട്ട് പറ്റും. അതിൻ്റെയൊക്കെ ഒരു വൈറ്റ് ആകുമ്പോൾ ഒരു റിച്ച് ഫീലാണല്ലോ, അപ്പോൾ പറയും വേണ്ട. പിന്നെ ഈ സൈഡിൽ ഇതുപോലെ നമ്മുടെ ഒരു സ്ഥിരം വരുന്ന രീതിയിലല്ല പ്രകാശിൻ്റെ ഈ ഒരു ഭാഗം കാണണം കേട്ടോ. ഡോറ് കാര്യങ്ങളെ കുറിച്ച് കുറച്ചുകൂടി ഒരു വ്യത്യാസ രീതിയിലാണ് ഈ ഡോറ് കാര്യങ്ങൾ കൊടുത്തേക്കുന്നത്. ഇവിടെ ആയിട്ട് ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ ഒരു ബെൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം പക്ക സ്റ്റാൻഡേർഡിലാണ് ചെയ്തേക്കണത്. ഇപ്പൊ ഈ സൈഡിൽ വരികയാണെങ്കിൽ കണ്ടില്ലേ, ഈ ബെർത്തിനോട് കൂടിയിട്ടുള്ള ഭാഗം ഒരു ഗ്രേ ഫിനിഷിലാണ് പോയേക്കണത്. ഈ ബെർത്ത് ഒക്കെ നോക്കിയാൽ പണ്ട് വന്നിരുന്ന ബെർത്ത് പോലെ അല്ല കേട്ടോ. ഈ ബെർത്ത് ഒക്കെ നോക്കിയാൽ ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട് ബെർത്തിനൊക്കെ, മനസ്സിലായി. അത് ഞാൻ അപ്പുറത്തുനിന്ന് കാട്ടിത്തരാം. സീറ്റ് 45 പുഷ് ബാക്ക് സീറ്റുകളാണ് വരുന്നത്. റീക്ലൈനിങ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ചെയ്യേണ്ട ഇത് വരുന്നത്. സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് പറയാച്ച പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ് ഇതിൽ വന്നേക്കുന്നത്. വോൾവോന്റെ സീറ്റുകളാണ് വന്നേക്കുന്നത്. വോൾവോനിൽ ബസ്സിൽ വരുന്ന സെയിം സീറ്റാണ് വന്നേക്കുന്നത്. ഈ സീറ്റിനൊക്കെ 2 ലക്ഷത്തോളം കൂടുതൽ ചാർജ് ചെയ്യും. അതാണ് ഇതിന്റെ ഡെറോഡർ ട്രാവൽസിലൊക്കെ കണ്ടില്ലേ, ആ ടൈപ്പ് സീറ്റ് അതിൽ വന്നേക്കുന്നത്. പിന്നെ ചെയ്യുന്നെങ്കിൽ ഇതുപോലത്തെ സീറ്റിന് വെക്കണമെന്ന് ഞാൻ പറയുള്ളൂ. 12 മീറ്റർ ഇറക്കുമ്പോൾ പ്രകാശന സ്ഥിരം വരുന്ന സീറ്റുകൾ വെക്കാതെ ഇതേപോലത്തെ സീറ്റ് വെച്ചാലേ നല്ലൊരു ഭംഗിയാണ്. വില കൂടും സംഭവം, പക്ഷെ അത് വൃത്തിയാണ്. എന്താ സ്റ്റിച്ചിങ് ഒക്കെ ഉണ്ടല്ലേ, ഈ ഭാഗത്ത് തല വെക്കുന്ന ഭാഗത്തൊക്കെ നല്ല സുഖമായിട്ട് തല വെച്ച് കിടന്ന് ഉറങ്ങി പോകാൻ പറ്റും. പിന്നെ ഞാൻ എന്നും പറഞ്ഞ പോലെ ഈ പണ്ടത്തെ എന്തിയാണ് ലൈറ്റ് സൗണ്ട് ഒന്നല്ല, ഇപ്പോൾ കംഫർട്ടാണ് ആൾക്കാർക്ക് വേണ്ടത്. അപ്പോൾ ഇതുപോലെ കംഫർട്ടുള്ള വണ്ടിയാണ് ഇപ്പോൾ ആൾക്കാർ ചൂസ് ചെയ്യുന്നത്, ലൈറ്റോ സൗണ്ടൊന്നും അല്ല, മനസ്സിലായില്ലേ. കുറെ ലൈറ്റും സൗണ്ടൊക്കെ വെച്ചിട്ട് എന്ത് കാര്യം? സ്റ്റാൻഡേർഡുള്ള ആൾക്കാർ ഈ രീതിയിലുള്ള വണ്ടികൾ വിളിച്ചിട്ട് പോകും, അത്രയാണ്. അന്ന് ഞാൻ ഗ്ലൈഡർ ചെയ്ത സമയത്ത് പറഞ്ഞത് ഇനിയുള്ള കാലഘട്ടം ഗ്ലൈഡറിന്റെ ആയിരുന്നു. അപ്പോൾ അതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എംജിയുടെ പുതിയ മോഡൽ ഡിസൈൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇറങ്ങിയത്. പ്രകാശിന്റെ GT മോഡലും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ GT ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എംജിയുടെ പുതിയ ഡിസൈൻ വണ്ടി നമ്മൾ ചെയ്യുന്നതായിരിക്കും. നന്നായിരിക്കുന്നുണ്ട്, പലരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അതിന്റെ കാര്യം. അപ്പോൾ ഇതിൽ പുഷ് ബാക്ക് സീറ്റ് 45 വരുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഡിസൈൻസ് ഒക്കെ പ്രകാശിന് ഇതുപോലെ 45 സീറ്റ് വണ്ടികളായിരിക്കും എന്നാണ് അറിയണത്. മുകളിൽ ഇതുപോലെ ട്യൂബ് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഇതുപോലെ വൈറ്റ് തീമായ കാരണേ കംപ്ലീറ്റ് ഒരു പോഷ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ അല്ലെങ്കിൽ ഒരു റിച്ച് ഫീല് നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ബെർത്തിന്റെ ഈ സൈഡിലൊക്കെ കൊടുത്തിട്ടുള്ളത് നോക്കി, ഈ പില്ലറൊക്കെ നോക്കി, അതിന്റെ ഉൾഭാഗം നോക്കി, കണ്ടോ വളരെ വ്യത്യാസം ഉണ്ട് കേട്ടോ. ആ മെറ്റീരിയലൊക്കെ കണ്ടോ, ഒരു ഫൈബർ പ്ലാസ്റ്റിക് എന്താണെന്ന് ശരിക്കും മനസ്സിലാവാത്ത ടൈപ്പ് മെറ്റീരിയലാണ് അവർ ഇതിലേക്ക് യൂസ് ചെയ്തേക്കുന്നത്. നോക്കി, നിങ്ങളിത് മുന്നേ കണ്ടിട്ടുള്ള പോലെ അല്ല ഇതിന്റെ മെറ്റീരിയൽസ് വന്നേക്കണം കേട്ടോ. ഉള്ളിലൊക്കെ കണ്ടമാനം മാറ്റമുണ്ട്. ഈ സൈഡിലൊക്കെ നമ്മൾ സ്ഥിരം മുന്നേ പറയുന്ന പോലെ അല്ല, കംപ്ലീറ്റ് മാറ്റത്തോടു കൂടിയാണ് ഇതിന്റെ ഇന്റീരിയർ ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതിൽ കംപ്ലീറ്റ് എടുത്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കംപ്ലീറ്റ് വ്യത്യാസം വന്നിട്ടുണ്ട്. ബാക്കിൽ വരുമ്പോൾ എമർജൻസി എക്സിറ്റ് ആ ഒരു ഭാഗം, പിന്നെ അതിനുശേഷം ഇവിടെ ഈ ഏരിയയിൽ കണ്ടില്ലേ, ആ മെറ്റീരിയൽ ഒരു ഗ്രേ തീമിലുള്ളൊരു എന്താ പറയുക ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ മറ്റേന്ന് പറയാ നമ്മുടെ അപ്പോൾസ്ട്രി മറ്റേ ഇത് ചെയ്യില്ലേ, എന്താ പറയുക തുണി ടൈപ്പില്ലേ, ആ സാധനം ഇതിൽ ചെയ്തേക്കണം കേട്ടോ. സീറ്റിനൊക്കെ വെക്കുന്ന ടൈപ്പുള്ള ആ മെറ്റീരിയൽ തന്നെ കൊടുത്തേക്കണത്. പിന്നെ പറയുക AC-യുടെ വെന്റ്, അപ്പോൾ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 1 2 3 4 5 വെച്ചിട്ടുണ്ട് കേട്ടോ. 2 3 4 5 ബാക്കിൽ വരുമ്പോൾ 5 സീറ്റുകൾ. അപ്പൊ 5 സീറ്റിന് വേണ്ടിയിട്ട് 5 ലൈറ്റിനെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ ഇതുപോലെ ഒരു ACP ഷീറ്റ് ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഇതിലിപ്പോ ഇനി സൗണ്ട് ലൈറ്റ് വെക്കണ്ടോന്ന് എനിക്ക് അറിയില്ല. പിന്നെ പുറവങ്ക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 19 ബസ്സൊക്കെയുള്ള ടീമാണ് അവര്. ഇതിങ്ങനെയുള്ള ഓട്ടങ്ങളുണ്ടല്ലോ, ഈ എന്താ പറയുക വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള ബസ്സുകളാണ് അവർ ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ ഇങ്ങനത്തെ ഒരു 10 വണ്ടി വേറെ ഉണ്ട്. ഇവർ 2 വണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഇതേപോലത്തെ. ഇനി 4 വണ്ടി കൂടി വരാണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതാണ് ഇന്റീരിയർ കാഴ്ചകള്. പിന്നെ അടിവശത്ത് ഇതുപോലെ നോക്കിയ മാറ്റൊക്കെ ഇട്ടപ്പോഴേ സൈഡിൽ കൂടെ സ്ട്രിപ്പ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് വേണം ഇവിടുത്തെ ഇത് സംഭവങ്ങളുണ്ടോ, ഇത് വുഡൻ ഫിനിഷിൽ ആണ് സാധാരണ കൊടുക്കാറുള്ളത്. ഇതൊരു എന്താ പറയാ ഈ ഒരു സീറ്റിന്റെ കളറായിട്ടുള്ള ഒരു ആഷ് കളർ തന്നെയാണ് ഇതിന്റെ ഈ എന്താ പറയാ നമ്മുടെ അടിവശം കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് രസമുണ്ട്. പിന്നെ കാലൊക്കെ കണ്ടല്ലേ, കാലൊക്കെ ഇങ്ങനെ ചവിട്ടി ഇങ്ങനെ ഇതിങ്ങനെ കയറ്റി വെക്കാൻ പറ്റും കേട്ടോ. ചവിട്ടിരിക്കാനൊക്കെ ആയിട്ട് ഈ ഒരു കണ്ടല്ലേ നല്ലൊരു സുഖം ഉണ്ട് കേട്ടോ അങ്ങനെ ചവിട്ടി നിൽക്കാനായിട്ട്.
പിന്നെ ഈ ഒരു ബാക്കിൽ മറ്റേ ഞാൻ ഡെറാഡോൻ്റെ ഒക്കെ വണ്ടി ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിൽ ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ അതുപോലെ ബുക്കിൻ്റെ ഹോൾഡർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന്. ഇതൊക്കെ പിന്നെ കോമൺ ആയിട്ടുള്ള തന്നെയാണ്, ഇത് മാറ്റില്ല. പിന്നെ സീറ്റ് പിന്നെ ഹരിതറ സീറ്റാണല്ലോ, പിന്നെ അതിൽ വലിയ മാറ്റം വരില്ല. അതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. എനിക്ക് ഈ ഒരു ഉള്ളിലത്തെ ഡിസൈൻസ് ഭയങ്കര നന്നായി. ACP ഷീറ്റ് വർക്ക് ACP തന്നെയാണ് തോന്നുന്നു. അങ്ങനത്തെ ഒരു അത് ശാലയായി അറിയില്ല. പിന്നെ വണ്ടിയുടെ ഉള്ളിൽ കയറുമ്പോൾ ഒരു പോഷ് ഇൻറ്റീരിയർ നമുക്ക് ഫീൽ ചെയ്യും. ഈ ഒരു സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലത്തെ ആ മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ നോക്കിയാൽ ഇതിൽ ലാപ്ടോപ്പ് ചാർജ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ, മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റും, പിന്നെ സോക്കറ്റ് വെച്ച് ചാർജ് ചെയ്യാൻ പറ്റും. അതുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സൈഡിലാണ് ഇവിടുത്തെ പുഷ് ബാക്ക് ചെയ്യാനുള്ള ബട്ടണും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണേ. ഈ സൈഡിൽ ഇവിടെയാണ് കൊടുത്തേക്കണേ. ഓവറോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ ഇന്റീരിയർ കാഴ്ചകൾ. പിന്നെ ഇതിൽ വണ്ടി വരുമ്പോൾ ഇപ്പോൾ പ്രകാശിൽ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ലൈറ്റ് പോലും അവർ പിടിപ്പിച്ച് വെക്കണില്ല കേട്ടോ, ഒരു ലൈറ്റ് പോലും അവർ ഇടണില്ല. അതുകൊണ്ട് ഇപ്പോൾ ആ വണ്ടി വന്നത് എങ്ങനെയാണ്, ആ വണ്ടിയിൽ വന്ന ലൈറ്റുകൾ മാത്രമാണ്. ഇതുപോലെ കുഞ്ഞു ലൈറ്റുകളാണ് ഇവരിപ്പോൾ ഈ വണ്ടിയിൽ വെച്ചിട്ടുള്ളത്. ഒരു ലൈറ്റോ സൗണ്ടോ ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇതാണ് സ്റ്റാൻഡേർഡ് എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഈ ഒരു ഹാമറിൻ്റെ ഭാഗത്തൊരു പില്ലറിൻ്റെ ഭാഗത്തൊരു ഹാമർ, പിന്നെ ഈ കട്ടൺ നിൽക്കാൻ വേണ്ടിയിട്ടേ നമുക്ക് ഇവിടുന്ന് കറക്റ്റ് കിട്ടില്ല, ലൈറ്റ് അവിടെ നിന്ന് അടിക്കണ കാരണം. ഇത് കണ്ടില്ലേ, ഇത് കട്ടൺ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഹുക്ക് വെച്ചിട്ടുണ്ടോ. ഈ ഒരു ഹുക്കുള്ള കാരണം അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കുടുങ്ങി വെക്കും. അതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചാൽ മതിയല്ലോ, നമുക്ക് സീനില്ല, അല്ലെങ്കിൽ ഇങ്ങനെ പരന്ന് കിടക്കും. പിന്നെ ഇതിൻ്റെ ബെർത്തിലേക്ക് പോവാം. ബെർത്തിൽ ഇതുപോലത്തെ ഒരു മെറ്റീരിയലാണ് യൂസ് ചെയ്തേക്കുന്നത്, ഗ്രേ തീം തന്നെയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിൽ നമുക്ക് GPS-ൻ്റെ സ്വിച്ച് ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത്തവണത്തെ ലൈറ്റ് കാര്യങ്ങളൊക്കെ വന്നേക്കണം കേട്ടോ. സ്വിച്ച്, വെന്റ്, 2 ലൈറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ. 2 വെന്റ് ഉണ്ട്, 2 ലൈറ്റും ഉണ്ട് കേട്ടോ. അവിടെ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ വന്നിട്ടുള്ള അതിൻ്റെ ബെർത്തിലുള്ള ഡിസൈൻ കേട്ടോ. ഇതിപ്പോൾ ക്ലിയർ ആയിട്ട് എടുത്ത് കാണിക്കുന്ന വെച്ചാൽ ഇത് ആദ്യത്തെ വണ്ടിയാണ് നമ്മൾ ഈ പ്രകാശിൽ നിന്ന് ഇറങ്ങണത്. ഈ എന്താ പറയുക GT മോഡലിൽ ആദ്യം ഇറങ്ങിയ വണ്ടി. അപ്പോൾ അത് നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് എൻ്റെ ഇന്റീരിയർ കറക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നാലല്ലേ ഒരാൾക്ക് വണ്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് സാധിക്കുള്ളൂ. മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എന്താ പറയുക, വോൾവോഡ് ഇന്റീരിയർ പോലെയൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ ഇരിക്കുന്ന ഈ ഭാഗമൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ശരിക്കും അത് വോൾ പോലൊക്കെ നമ്മൾ ഇങ്ങനത്തെ മെറ്റീരിയൽ കണ്ടാക്കണത്. അപ്പോൾ ഇന്റീരിയറൊക്കെ നല്ല രസമായിരിക്കും തോന്നി എനിക്ക്. സ്ഥിരം പറഞ്ഞ പോലെ നമുക്കിനി വണ്ടി ഓടിച്ച് നോക്കാമെന്ന് പറയാനായിട്ട് ബാംഗ്ലൂർ ടൗൺ ആയ കാരണം ഇന്നർ ആയതുകൊണ്ട് തന്നെ പുറത്തേക്ക് എടുക്കാൻ രക്ഷയില്ല. അപ്പോൾ ഇത് വർക്ക്ഷോപ്പിൻ്റെ ഒരു ഭാഗത്തിട്ടിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ തന്നെ കേട്ടോ. പിന്നെ ഇവിടെ ഒരു TV കൊടുത്തിട്ടുണ്ട്. ഇവിടെ സൈഡിലായിട്ടൊരു നമുക്കൊരു എന്താ പറയുക ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഇത്രയ്ക്കൊക്കെയാണ് ഇവിടെ കാണാമല്ലോ. പിന്നെ 3 ചാർജിങ് പോർട്ടൽസ് കാണാം. പിന്നെ നമ്മുടെ മൊബൈൽ ഹോൾഡേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ഥിരം നമുക്ക് പറഞ്ഞ പോലെ നമുക്ക് കാലങ്ങൾ ചവിട്ടി വെക്കാനുള്ള സംഭവം അത് പണ്ട് തൊട്ടേ ഉള്ളതാണല്ലോ, അതൊക്കെ അതിൽ അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇത്രയ്ക്കൊക്കെയാണ് വണ്ടിയുടെ ഇന്റീരിയർ കാഴ്ചകൾ. സൈഡ് കർട്ടൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുപോലത്തെ കർട്ടൻസാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഗ്രേ തീമുള്ള കർട്ടൻസാണ് ഇതിൽ കൊടുത്തേക്കണേ കേട്ടോ. അപ്പോൾ എന്തായാലും വണ്ടി അടിപൊളിയായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ആ ക്ലസ്റ്ററിൻ്റെ ഭാഗം കൂടിയും പറഞ്ഞിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വണ്ടി ഓടിച്ചൊന്നും ഞാൻ നോക്കണില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇവിടെ കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ വണ്ടി കാറിനെ പോകുന്ന സ്ഥലമില്ല ഇവിടെ. അപ്പോഴാണ് പിന്നെ എമർജൻസി എക്സിറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ, അത് പറയാൻ വിട്ടുപോയി. ഇത്രയും സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ, മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് കാഴ്ചകൾ. ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസിന്റെ പോർഷനാണ് ഇവിടെ വരുന്നത്. മുന്നേ അങ്ങനെ അല്ല വന്നിരുന്നു അല്ലേ, അങ്ങനെ ഒരു ഗ്ലാസിന്റെ പോർഷൻ വന്നിട്ടില്ല. ഇത് ഒരു ഗ്ലാസിന്റെ പോർഷൻ, ക്വാർട്ടർ ഗ്ലാസിന്റെ പോർഷനായിട്ട് വരുന്നുണ്ട്. കർട്ടൻസ് ഒക്കെ ബാക്കിൽ കൊടുത്തേക്കാൻ ഉഷാറായിട്ടുണ്ട്. എന്തായാലും അടിപൊളി വണ്ടി, എന്തായാലും ഒന്നും പറയാനില്ല. അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് പോവാം. അവിടെ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് പോന്നു. അവിടെ നിന്ന് പോകുന്ന നമ്മുടെ ഡ്രൈവറുടെ ആ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡ്രൈവർ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതാ നോക്കിയത് ഈശ്വറിന്റെ ടിപ്പിക്കലായിട്ടുള്ള വരുന്ന സ്റ്റിയറിംഗ് വീല് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ക്ലസ്റ്റർ കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ സ്ഥിരം പറഞ്ഞതാണ്. പുറത്തുനിന്ന് പറഞ്ഞ ആ ഡാഷ് ക്യാം ഇതാണ് കേട്ടോ, ചെറിയ ക്യാം, നമ്മുടെ ഗോപ്രോ ക്യാമറയുടെ അത്രയേ ഉള്ളൂ എൻ്റെ ക്യാമൊക്കെ. ക്ലസ്റ്റർ ഇപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട്. ഇതാണ് ലോകയുടെ ഡിജിറ്റലായിട്ട് ക്ലസ്റ്റർ നമുക്ക് കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു നമ്മുടെ ഒരു സ്ക്രീൻ കാണാനുണ്ട്. നമ്മുടെ ക്യാമറയില്ലേ, ക്യാമറയുടെ സ്ക്രീനും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ടിഷ്യൂസ് ഒക്കെ പറന്ന് പോയി പെട്ടെന്ന്. ഞാൻ പറഞ്ഞില്ല, നല്ല കാറ്റാണ് ഇവിടെ. ഒരു ഓപ്പൺ പ്ലേസ് ആയ കാരണമാണ് ഇങ്ങനെ ഇത്രയും കാറ്റ്. ഇത് 6+1 മാനുവൽ ട്രാൻസ്മിഷൻ ആണ്, അത് ഓൺ ആക്കിയിട്ടുണ്ട്. അതിൽ കാണാൻ പറ്റും നമുക്ക് കാര്യങ്ങളൊക്കെ കേട്ടോ. വണ്ടി കണ്ട അത് ഇതിൽ നട്ടുച്ച നിരയൊന്നും കാണാത്തത് ബാക്ക് റിവേഴ്സ് ക്യാമറയുടെ കാര്യങ്ങളാണ് ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 6+1 മാനുവൽ ട്രാൻസ്മിഷനാണ് ഇതിൽ വന്നേക്കുന്നത്. നമ്മളെ ഇഷ്യൂ ഒരുപാട് ചെയ്തതാണ്, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ സ്പെക്കിലേക്കൊന്നും കിടക്കാത്ത കേട്ടോ. ഓക്കെ. പിന്നെ ഇവിടെ വരുമ്പോൾ എയർ വെന്റ് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ 2 ഫാന് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ സ്ഥിരം പറയാൻ തന്നെയാണ്. പിന്നെ ACP ഷീറ്റ് അവിടെ നിന്നുള്ള വരുന്ന ACP ആണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ മെറ്റീരിയൽ. അതുപോലത്തെ ഒരു മെറ്റീരിയലാണ് കാണുന്നത്. നല്ല വെളുത്ത നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ. വെളുത്ത മെറ്റീരിയൽ നല്ല വിലയുണ്ട് തോന്നുന്നു.
പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ നിന്നും സിസ്റ്റം ആണ്. ഇതാണ് ഇന്നത്തെ ക്ലീനർ അല്ലെങ്കിൽ കെയർ ടേക്കർ. എന്താണ് നെയിം, പേരെന്താ? കുശാൽ. കർണാടക, ബാംഗ്ലൂർ. മൂപ്പരാണ് നമുക്ക് ഇതൊക്കെ തുറന്ന് കാണിച്ചു തന്നേട്ടാ. അപ്പോൾ ആളെ ഇവിടെ നിന്ന് കാണിച്ചു തരാം. കുശാൽ. ഓക്കെ. അപ്പോൾ കട്ടൻസ് ഒക്കെ നമ്മൾ അവിടെ പറഞ്ഞില്ലേ, ഗ്രേ തീമിലെ കട്ടൻസ് കാര്യങ്ങളൊക്കെ ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പറ്റിയ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ഇവിടെ നിന്ന് ഇതിൽ ഉൾപ്പെടുത്താം. പിന്നെ ഇവിടെ ഫസ്റ്റ് ഒരു ബോക്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സിസ്റ്റം, നമ്മുടെ സിസ്റ്റമാണ്, സൗണ്ട് സിസ്റ്റം ഒക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത്രയ്ക്കൊക്കെയാണ് ഇവിടെ നീറ്റായിട്ടുള്ളൊരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കണം കേട്ടോ. വേറെ ഒന്നും കൂടുതലൊന്നും കാണുന്നില്ല. ഇവിടെ ഒരു ടൂൾ ബോക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ഇരുന്ന് നമുക്കിവിടെ കുറേ 2-3 പേർക്ക് ഇരിക്കാൻ സ്ലീപ്പർ ബസ് പോലെ ഇരുന്ന് പോകാൻ പറ്റും. ഇത്രയും സെറ്റ് സ്ഥലമുണ്ട്. പിന്നെ കൺസോൾ കാര്യങ്ങളൊക്കെ ഇതുപോലെയാണ് വന്നേക്കണേ. ഇതൊക്കെ ഇത് അത്ര മാറ്റം ഒന്നുമില്ല. ഇത് മുന്നേ വന്ന ടൈപ്പ് തന്നെയാണ്. മാറ്റങ്ങളൊന്നും ഇല്ല, തന്നെ തുടർന്ന് പോകുന്നുണ്ട്. കാര്യങ്ങളൊന്നും വലിയ ഇതൊന്നുമില്ല. പിന്നെ ഈ സംഭവമൊക്കെ ഉണ്ടല്ലേ, ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ, പെഡൽ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വന്നേക്കണത്. അപ്പോൾ ഇതിനൊന്നും വലിയ പ്രത്യേകിച്ച് മാറ്റമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറയട്ടെ. ചിലപ്പോൾ തോന്നാത്തതാവാം. സ്ഥിരം വണ്ടികൾ എന്നും കണ്ടിട്ടേ. ഇവിടെ സ്വാമി ഫോട്ടോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയ്ക്കൊക്കെയാണ് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ സ്ഥിരം പറഞ്ഞ പോലെ. അത്രയ്ക്ക് തന്നെ, വേറെ ഒന്നുമില്ല. പിന്നെ അവിടെ ഒരു പൈലറ്റിന്റെ സീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത്രയ്ക്കൊക്കെ തന്നെയാണ് ഉള്ളൂ. സ്ഥിരം നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഡോറിന്റെ ആ ഒരു ഏരിയ, പിന്നെ പുറത്തുനിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോറിന്റെ പോർഷനാണിത്. ഇവിടുന്നും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സ്വിച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പവർ മോഡ്, എക്കോ മോഡ്, ഇതൊക്കെ നമ്മൾ എന്നും പറയുന്നതാണ്. അപ്പോൾ അതിലേക്കൊന്നും ഇനി കിടക്കണില്ല. പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം, ടെട്രാഡറും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ നോക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഒരു വണ്ടി ഓടിച്ച് നോക്കണില്ല. കാരണം എന്താ വെച്ചാൽ നോക്കിയാൽ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലവും ഫുൾ തിരക്കാണ്. ബാംഗ്ലൂർ ടൗണിലാണ്, ഇന്നറിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ വണ്ടി ഓടിച്ചിനി വീഡിയോ ചെയ്ത് വണ്ടി ഓടിക്കുക വേറെ ദിവസം നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞേട്ടാ. അപ്പോൾ എനിക്ക് വേറെ സ്ഥലത്ത് കൂടി പോകാനും ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ ഓണർ ചേട്ടനൊന്ന് പരിചയപ്പെടുത്തി തരാം. മാത്രമല്ല നമ്മുടെ ഡ്രൈവർ ചേട്ടന്മാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെ ഒന്ന് കാണിക്കാം കേട്ടോ. ಎಲ್ರಿಗೂ ಪೂರ್ವಂಗ್ ಟ್ರಾವೆಲ್ಸ್ ಅಂತ 45 ಸೀಟರ್ ಬಸ್, AC ಲಕ್ಸುರಿ ಮೋಲ್ಡೆಡ್ ಗಾಡಿ. ಒಳ್ಳೆ ಸರ್ವಿಸ್ ಕೊಡ್ತೀವಿ. ಯಾವುದೇ ಥರ ನಿಮ್ಮ ಟ್ರಿಪ್ನ ಮೆಮೊರೇಬಲ್ ಆಗಿರೋ ಥರ ನಾವು ಮಾಡ್ತೀವಿ. ಎಲ್ಲ ಎಕ್ಸ್ಪೀರಿಯನ್ಸ್ ಡ್ರೈವರ್ ಇದ್ದಾರೆ, ವೆಲ್ ಎಕ್ಸ್ಪೀರಿಯನ್ಸ್ ಡ್ರೈವರ್ಸ್ ಎಲ್ಲರೂ ಇರೋದು. ಒಳ್ಳೆ ಸರ್ವಿಸ್ ಕೊಡ್ತೀವಿ. ಯಾವುದೇ ಥರದ ಟ್ರಿಪ್ಪು ಆಲ್ ಓವರ್ ಇಂಡಿಯಾ, ಲೋಕಲ್ ಯಾವುದೇ ಥರ ಟ್ರಿಪ್ ಇದ್ರೂ ನಮ್ಮನ್ನು ಕಾಂಟ್ಯಾಕ್ಟ್ ಮಾಡಿ. ನಾವು ನಿಮ್ಮ ಟ್ರಿಪ್ನ ಸಕ್ಸಸ್ ಮಾಡ್ತೀವಿ. ಅಲ್ದು. ಓಕೆ ಓಕೆ, ಥ್ಯಾಂಕ್ ಯು. ನೇಮ್ ನಮಸ್ತೆ, ನನ್ನ ಹೆಸರು ವಿಷ್ಣು ಅಂತ. ಈ ಗಾಡಿ ಡ್ರೈವರ್ ನಾವು. ಓಕೆ. ಇದು ಬಂದ್ಬಿಟ್ಟು 45 ಸೀಟರ್ 2+2 ಲಕ್ಸುರಿ ಗಾಡಿ, ಮೋಲ್ಡೆಡ್ AC ವೆಹಿಕಲ್. ಕಂಫರ್ಟಬಲ್ ಎಲ್ಲ ಚೆನ್ನಾಗಿದೆ. ಗಾಡಿ ಓಡಿಸೋದಕ್ಕೂ ಅಷ್ಟೇ. ನಾವು ಒಂದು 10-12 ವರ್ಷದಿಂದ ಗಾಡಿ ಓಡಿಸ್ತಾ ಇದ್ದೀವಿ. ಕಂಫರ್ಟಬಲ್ ಡ್ರೈವರ್ಸು, ಕಂಫರ್ಟಬಲ್ ಗಾಡಿ ಎಲ್ಲ ಸಿಗುತ್ತೆ ನಿಮಗೆ. ಬಂದ್ಬಿಟ್ಟು ಇದು ಬೆಳ್ಳಿ ಡಿಕ್ಕಿ ಬರುತ್ತೆ. ಡಿಕ್ಕಿನಲ್ಲಿ ನೀವು ಯಾವುದೇ ಥರ ಲಗೇಜ್ ಪ್ರಾಬ್ಲಮ್ ಎಲ್ಲ ಫೇಸ್ ಮಾಡೋ ಥರ ಇರೋಲ್ಲ. ಯಾವ ಥರ ಬೇಕಂದ್ರೂ ಆ ಥರ ನೀವು ಯೂಸ್ ಮಾಡ್ಕೋಬೋದು. ಲಾಂಗ್ ಜರ್ನಿಗೆಲ್ಲ ಚೆನ್ನಾಗಿದೆ ಗಾಡಿ. ಓಕೆ. ಪೂರ್ವಂಗ್ ಟ್ರಾವೆಲ್ಸ್ ಹೆಸರು ಬಂದ್ಬಿಟ್ಟು ಪೂರ್ವಂಕ್ ಅಂತ. ಕಾಂಟ್ಯಾಕ್ಟ್ ಮಾಡಿ. ಒಳ್ಳೆ ಸರ್ವಿಸು ಕೊಡ್ತೀವಿ. ಗಾಡಿ ಒಳ್ಳೆ ಸರ್ವಿಸ್ಗೂ ಅವೈಲಬಲ್ ಇದೆ. ಚೆನ್ನಾಗಿ ಕಂಡೀಷನಲ್ ಗಾಡಿ, ಕಂಫರ್ಟಬಲ್ ಇದೆ. ಲೆಗ್ ಸ್ಪೇಸು ಚೆನ್ನಾಗಿದೆ. ಲಗೇಜ್ಗೂ ಏನು ತೊಂದರೆ ಇಲ್ಲ. ആരാമാಗಿ ನೀವು ನಿಮ್ಮ ട്രിപ്ನ ಚೆನ್ನಾಗಿ എൻജോയ് ಮಾಡ್ಬೋದು. ഓക്കെ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ കൂട്ടുകാരിൽ എത്തിക്കാനും മറക്കാതിരിക്കുക. നമ്മൾ ഓരോ വീഡിയോ കഷ്ടപ്പെട്ടിട്ടാണ് എടുക്കുന്നത്. നമ്മുടെ കൂടെ ഒരു ദിവസം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഒരു വീഡിയോ എടുക്കണേന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ ഒന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കണില്ല. ഓടിച്ച് നോക്കാൻ അവർ പറഞ്ഞു, പക്ഷേ നമ്മൾ ഓടിച്ച് നോക്കണില്ല. കാരണം എന്താ വെച്ചാൽ കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ്. ബാംഗ്ലൂർ സിറ്റി വന്നവർക്ക് അറിയാം. അപ്പോൾ ഇത് അങ്ങോട്ട് തിരിക്കാൻ പോയാൽ ഒരു 10 മണിക്കൂർ അവിടെ ബ്ലോക്കിൽ എടുക്കേണ്ടി വരും. അപ്പോൾ ഞാനായിട്ട് തീരുമാനം എടുത്തു വേണ്ടാന്ന്. പിന്നീട് ഒരു ദിവസം നമുക്ക് വണ്ടി എടുത്ത് ഓടിക്കാം. ഓക്കെ. അപ്പോൾ ഇതുപോലത്തെ വണ്ടികൾ നമ്മൾ കുറേ ഓടിച്ചതാണല്ലോ പിന്നെ. അപ്പോൾ എന്തായാലും ഉടൻ തന്നെ മറ്റൊരു ഗംഭീര വീഡിയോ ആയിട്ട് വരാം. അതിലേക്ക് തൽക്കാലം ബൈ, നമസ്കാരം.